ഹായ്, ഞാൻ അൻവർ ടോറിനോ. നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരിയാണ്. ചാലക്കുടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷോർട്സ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ചാലക്കുടി നമ്മൾ 300ഓളം പൈപ്പുകളാണ് നമ്മൾ വെച്ചത്. അത് 3 ഫ്ലോട്ടുകളായിട്ടാണ് നമ്മൾ തരംതിരിച്ചിട്ടാണ് അവിടെ വെച്ചത്. ഞായറാഴ്ച ഉച്ചക്ക് ഇവിടുന്ന് നേരത്തെ തൃശ്ശൂരേക്ക് പോയി. അങ്ങനെ റൂമ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നു. നേരെ നമ്മൾ റൂമിലേക്ക് പോയി. നേരത്തെ 7 മണിക്ക് എണീച്ച് സൈറ്റിലേക്ക് പോയി. അവിടെ തന്നെ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മൾ ലെവലിംഗ് ചെയ്തില്ല. മീറ്റർ പിടിച്ചിട്ട് അളവ് കറക്റ്റ് ആക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ അത് നൂല് വെച്ച് കെട്ടി 8 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ലെവൽ ചെയ്തിട്ട് ലെവലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തോഗർ വെച്ചിട്ട് നമ്മൾ കുഴി വെച്ചു. അത് 1.5 അടി താഴ്ചയിലാണ് കുഴിച്ചത്. 10 അടി പൈപ്പിലാണ് വെച്ചത്. 1.5 അടി താഴ്ചയിൽ കുഴിയെല്ലാം കുഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ 200ഓളം പൈപ്പുമായിട്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് വന്നു വണ്ടി. അതോടെ നമുക്ക് അവിടെ എത്തി നമ്മൾ നേരത്തെ എന്താ ചെയ്തതെന്ന് പറയാം. നമ്മൾ നേരത്തെ വണ്ടിയിൽ നേരെ ഇറക്കിയിട്ട് നേരെ നമ്മൾ കുഴികളിലേക്ക് നമ്മൾ പൈപ്പ് വെക്കുകയാണ് ചെയ്തത്. ദിവസത്തെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതി ചെയ്തത്. അതിന്റെ ശേഷം ഫുള്ളായിട്ട് നമ്മൾ പൈപ്പ് നേരെ ലെവലിംഗ് വെച്ച് ടൈറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി. അതിന്റെ പിറ്റേന്നാണ് നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അത് 4x4 എന്ന റേഷ്യോയിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ 8 mm കമ്പി ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് നടത്തി അപ്രൂവ് ചെയ്തിട്ട് പ്രോസസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു 3 ഫ്ലോട്ടായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത് നമ്മൾ അവിടെ ഒരു 3 ഫ്ലോട്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 2 വെറൈറ്റി തൈകളാണ് അവർ അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് പഠിച്ചതിന് ശേഷം 1000 കാലും കൂടി അവർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടലായിട്ട് നമുക്ക് ഒരു 3000 കാലുകൾ നമുക്ക് വെച്ചു കൊടുക്കാനുണ്ട്. ഓരോന്നും സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്യുന്നത്. അവരവിടെ കുറെ കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പലതരം. മെയിനായിട്ട് അവർ ചെയ്യുന്നത് ജാതിക്കയാണ്. കുരുമുളകിന്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ സിമെന്റ് പൈപ്പിൽ എത്രത്തോളം ലോ കോസ്റ്റിലായി കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ സമീപിച്ചത്. ഫസ്റ്റ് ഘട്ടത്തിലെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മണ്ണിന്റെ pH കാര്യങ്ങൾ റെഡിയാൻ വേണ്ടിയിട്ട് കുമ്മായ ഇട്ട് പോകുന്നതാണ്. കുമ്മായിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൈകൾ വെക്കാൻ പറ്റുന്നതാണ് പണ്ടുള്ള കാലങ്ങളിലുള്ള ആൾക്കാർക്ക് പറഞ്ഞത്. അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. 10 ദിവസം നമുക്ക് എടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി പോകുന്നത്. അതിന് ശേഷം വരുന്ന വഴിക്ക് നമ്മൾ തിരുനാവായ ഒരു വർക്കും ചെയ്തിട്ടാണ് താമരശ്ശേരിയിലേക്ക് നമ്മൾ പോകുന്നത്. ലോ കോസ്റ്റിൽ സിമെന്റ് പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടും. A to Z കാര്യങ്ങൾ നമ്മൾ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം നമ്മൾ ചെയ്തു തരും.